Hey guys, welcome back to my YouTube channel. ഇപ്പൊ രാവിലെ എണീറ്റ് റൂബി പിന്നെ ഡേ കെയറിൽ ഇടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. ഇന്ന് നമുക്ക് സ്നാക്കായിട്ട് സ്വീറ്റ് കോൺ ആണ് കൊടുത്തത്. സിമ്പിൾ ആക്കിയില്ലേ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബനാനയും ക്യാരറ്റൊക്കെ വെച്ചിട്ട് സ്മൂത്തി അടിച്ചു കൊടുത്ത്. രാവിലെ എണീറ്റപ്പോ തന്നെ ഒരു വയ്യായിയൊക്കെ പോലെ. ഞാൻ ഇപ്പൊ ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടി നോക്കണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. രാവിലെ എണീറ്റപ്പോ തന്നെ ബോഡിയൊക്കെ ഫുള്ള് പെയിൻ, എന്തോ ഒരു മൂട വിട്ട്, എന്തോ ഒരു ഇതുപോലെ ഉള്ളില്. അപ്പൊ എന്തെങ്കിലും എല്ലാം സിമ്പിൾ ആക്കാന്ന് വിചാരിച്ച്. അപ്പൊ ഇനി റൂബി പിന്നെ റെഡി ആക്കണം. ഫുഡൊക്കെ കൊടുത്ത് ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കണാണ്. അപ്പൊ അവളെ റെഡി ആക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട് രാവിലെ എണീറ്റിട്ട്. രാത്രി ഫുള്ള് ഫീഡ് ചെയ്ത് കിടക്കണല്ലേ. പിന്നെ രാവിലെ എണീച്ചപ്പോ തന്നെ ഞാൻ പഴം പുഴുങ്ങി കഴിച്ചു. ഞാൻ ഓൾറെഡി അപ്പൂക്കൊക്കെ അത് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ റൂബിയെ വിടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അങ്ങനെ റുവാപ്പിനെ രാവിലെ ഒരു അംഗം വെട്ടായി കഴിഞ്ഞിട്ട് കൊണ്ടോണാണ്. ബായ് റുവാ. കാക്ക ഇപ്പൊ കുറച്ച് നേരത്തെ വന്നതാണ്. രാവിലെ വണ്ടി അവൻ ഇന്നലെ കൊണ്ടുപോയിട്ടുണ്ടായി. അപ്പൊ അത് കൊണ്ടുവന്ന് തരാൻ വേണ്ടി വന്നതാണ്. ഇനി അവന് വീട്ടിലോട്ട് പോകും. ബായ്. Playing is on Mickey. Guys, അപ്പു പുറത്ത് പോയിപ്പോ അപ്പു പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് വന്ന് നോക്കിയപ്പോ പൊറോട്ടയും ബീഫ് കറിയൊക്കെ ആയിട്ട് വന്നിക്കാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും വയ്യാണ്ട് എന്നിട്ടെന്നാ പൊറോട്ട കഴിക്കണമെന്ന്. ഞാൻ കുറച്ച് ദിവസമായി അന്ന് പറഞ്ഞോണ്ടിരിക്കണം പൊറോട്ട ബീഫ് കറിയും കഴിക്കാൻ ഭയങ്കര കൊതി. കുറച്ച് നാളായി കഴിച്ചിട്ട്. അപ്പൂക്കാണെങ്കിലും വയ്യ. അപ്പൂ ഇവിടെ ഉണ്ട് കേട്ടാ. അപ്പൂക്കാണെങ്കിലും വയ്യ, എനിക്കാണെങ്കിലും വയ്യ. അപ്പൂക്ക് അലർജിയൊക്കെ പിടിച്ചിട്ട്. അപ്പൂക്കെന്ന് വെച്ചാൽ കുറച്ച് മഴ കൊണ്ട് അപ്പൊ തന്നെ അലർജിയാണ്. എനിക്കെന്ന് വെച്ചാൽ കാലിന്റെ അടി വേദന എടുത്തിട്ട് വയ്യ. മഴ പെയ്യുന്നുണ്ട്. പുറത്തിറങ്ങാൻ പറ്റുള്ളതിന്. അപ്പൊ മഴ പെയ്തോണ്ടിരിക്കണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. ലഞ്ചിന് പിന്നെ ഇന്നലത്തെ ഫുഡൊക്കെ ഉണ്ട് ഓൾറെഡി. ചോറും ഇതൊക്കെ ഉണ്ട്. നല്ല അലർജിയും എനിക്കൊരു വയ്യായിയൊക്കെ പോലെ. ഉറക്കമൊന്നും മതിയൊക്കെ റെഡി ആവുള്ള. എനിക്കാണെങ്കിൽ കാലിനടി വേദന എടുത്തിട്ട് ഉറക്കം കേട്ടാ വലിഞ്ഞിട്ട് കാലിൻ്റെ അടി. അപ്പൊ ഞാൻ ഈ ഫുഡ് ഒന്ന് കഴിക്കട്ടെ. ഗൈസ്, ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പണികളായിരുന്നു. അടിച്ചാറല്, പാത്രം കഴുകൽ, അങ്ങനത്തെ പണികൾ. ഇന്നവിടെ നമുക്ക് പോവാനൊന്നുമില്ല അല്ലേ. സാറ്റർഡേ ആയിട്ട് നമുക്ക് ഇവിടെ പോവാനൊന്നുമില്ല. നമ്മളിപ്പോ ഒരു ഫേസ് പാക്ക് ഒക്കെ ഇട്ട്, ഫേസ് പാക്ക് അല്ല മറ്റേ പീൽ ഓഫ് മാസ്ക് എവരിതിന്റെ ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ട്. എനിക്ക് കാലിൻ്റെ ഒരു വേദന ഉറങ്ങാൻ പറ്റുള്ള. അപ്പൂക്കും കാണിക്കണോന്ന് വിചാരിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ കേറിയിട്ടില്ല. കാര്യം എന്താന്ന് വെച്ചാല് ഇന്ന് ഇപ്പൊ വീട്ടിലോട്ട് പോയിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് രാവിലെ വീണ്ടപ്പോ ഇവിടെ കൊണ്ടാക്കിയിട്ട് രണ്ടുപേരും കൂടെ. അപ്പൊ ഇപ്പൊക്ക് ഇപ്പൊ എന്തോ ആവശ്യത്തിന് വണ്ടി വേണം എന്ന് പറഞ്ഞപ്പോ അപ്പൊ വണ്ടി കൊടുത്തിട്ട് അപ്പൊക്ക് പിന്നെ എവിടെ പോകാനും നമുക്ക് അവിടെ പോകാനൊന്നുമില്ല. അവിടെ കൊള്ളാല. ഞാൻ ആദ്യമായിട്ടാണ് കാരണം അവിടെ താമസിക്കാൻ വന്നിട്ട്. അപ്പൊ 3 മണിയായപ്പ 3 മണി കഴിഞ്ഞ് 3:30 ആയി. ഇപ്പോയി വിളിക്കാം. ഇപ്പൂനെ വിട്ടപ്പൂ ബേബിനെ വിളിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കണം. ഐറാപ്പിലായിട്ടൊക്കെയാണ് ബെഡിൽ കിടക്കണം. ഉറങ്ങാനാണ് വീട്ടാങ്ങാട് നമ്മളെ ഇന്ന് രാവിലെ ഞാൻ നൈസായിട്ടൊന്ന് ഓണാക്കിയതാണ്. പക്ഷെ 1/2 മണിക്കൂർ വെള്ളം ഇവിടെ ആണെങ്കിൽ ഉള്ളില് വെള്ളം മോട്ടർ നിറഞ്ഞു പോണ അറിയണ. അത് ഭയങ്കര വെയില്. വാ, മോട്ടർ നിറഞ്ഞു പോയിട്ട് വെള്ളം പോണം നമ്മ അറിയില്ല. ഒട്ടും സൗണ്ട് കേൾക്കൂല. അത് കാരണം അലാറം വെച്ചിട്ട് ഇതാക്കണം. വെള്ളം നിറഞ്ഞ് കുറച്ച് പോയാ ഓണർ സീന. ഞാൻ നീക്കണേലും പപ്പു എണീറ്റിട്ട് പിന്നെ അലാറം വെക്കണം. അപ്പൊ നമ്മ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ എനിക്ക് കുളിക്കണം. റുവാപ്പി എന്നിട്ട് റുവാപ്പിക്ക് ഫുഡ് കൊടുക്കണം. റുവാപ്പിനെ കുളിപ്പിക്കണം. അങ്ങനത്തെ കുറച്ച് പണികളുണ്ട്. അവര് വരുമ്പോ കാണിച്ചത് വന്ന് ഗൈസ്. മാമയും മോളും കൂടെ പോയ പോലാണ് ആള് വന്നപ്പോ.
നമ്മളിവിടുന്ന് വീഡിയോ എടുക്കണായിരുന്നു കറക്റ്റ് നിങ്ങൾ വന്ന് എവിടാ പുതിയ വാട്ടർ ബോട്ടിലാണ് മാത്രം പിടിച്ച് പിന്നെ നോക്കി വണ്ടിയിലെന്തോ പോണ സൗണ്ട് ഉപ്പി പോയി രണ്ടാമത്തെ കുട്ടിയാണ്. 1 മാസമായിട്ടില്ല ഡേ കയറി പോയിട്ട്. രണ്ടാമത്തെ കുട്ടിയാണ് പോണത്. വാ ഇങ്ങോട്ട് വാ. നീയാണ് വിളിക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നി എന്തെങ്കിലും കളഞ്ഞിട്ട് വരുമെന്ന്. റുവാ എന്തൊരു സന്തോഷം. റുവാപ്പിക്കിനി ഫുഡ് കൊടുക്കണം, റുവാപ്പിനെ കുളിപ്പിക്കണം, വേറെ പണികളൊന്നും ഇല്ല. കുറച്ചൊക്കെ അടക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ട്. പോയ കോലോണ തിരിച്ചു വന്നപ്പോ റുവാപ്പി ബേബിയാ ഒരു കാലില് വേറെ ഒരു കാലില് വേറെ ഇല്ലല്ലോ സെയിം സെയിം അല്ലേ? ഇല്ല ആണ് അല്ല അല്ല. നിന്റെ ഉമ്മ ഒരു കണ്ണാത്തി ആയി പോയല്ലോ. ബേബിയോടെ നമ്മളാ കാല് വേന എടുക്കണ്ടേ മൂക്ക്. കാല് ചെരുപ്പ് തിരിച്ചിട്ടിട്ട് പോണാണ് വേറെ കാര്യത്തിന്. അവന്റെ കാര്യം അവനെവിടെ? അവനും കൂടെ കാര്യ വന്ന് കേറിട്ട് ബേബിന്റെ അടുത്തോട്ട് ബേബിനെ എണീപ്പിക്കാനാണ്. ഇപ്പൊ കുളിപ്പിച്ചിട്ടൊക്കെ ഉറക്കിയ കൊച്ചാണ്. കണ്ട വീട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. കണ്ട അതിനെ കരയിപ്പിച്ച് ഗൈസ്. അങ്ങനെ റൂബിബി ഡേ കെയറിനൊക്കെ വന്നിട്ട് റൂബിബിക്ക് ഫുഡൊക്കെ കൊടുത്ത് റൂബിബി ഡേ കെയറിന് വന്നാൽ കുറച്ച് ഇങ്ങനെ ടി വി ഒക്കെ വെച്ച് കൊടുത്തിരിക്കും. അപ്പൊ ടി വി കാണുന്ന ടൈമാണ് ഇപ്പൊ. അതിന്റെ ഇടയില് അപ്പൊ അവൾക്ക് ഫുഡായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം മേടിച്ചിട്ടുണ്ടായില്ല, പൊറോട്ട ഇടിയപ്പൊക്കെ. അപ്പൊ ഒരു ഇടിയപ്പം ഉണ്ടായി, അപ്പൊ അതും പാലൊക്കെ ഉണ്ടാക്കി കൊടുത്ത്. അതിന്റെ ഇടയിൽ അപ്പൊ പോയിട്ട് നമുക്ക് രാത്രിത്തേക്ക് ഡിന്നറിനുള്ള ഫിഷൊക്കെ മേടിച്ചിട്ട് വന്ന്. അയില കിട്ടിയിട്ട് അയില മേടിച്ചിട്ട് വന്ന്. അതിനിടെ ഞാൻ പിള്ളേരുടെ ഒപ്പം കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് കുറച്ചിനൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്ത് ഫ്രഷായി. അപ്പൊ പപ്പു വന്നപ്പോ ഞാൻ ഇരബിബിനെ ഏൽപ്പിച്ചിട്ട് പണികൾ നോക്കാന്ന് വിചാരിച്ചപ്പോഴാണില്ല അപ്പൊ ഉറങ്ങിപ്പോയി. അപ്പൊ എനിക്കിനി ഇരബിബിനെ ഉറക്കിയിട്ട് വേണം ബാക്കി പണികൾ നോക്കാൻ. അപ്പൊ ഡിന്നറിന് ഞാൻ ഓൾറെഡി ചോറിട്ട് കുക്കറിലിട്ട്, കാരണം കുറച്ച് വേവുള്ള അരിയാണ്. ഇത് കുക്കറിലിട്ടാലേ ശരിയാവുള്ളൂ. പിന്നെ അച്ചിങ്ങുണ്ട്, കുറച്ച് ദിവസമായി വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ പുറത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചിങ്ങ കട്ട് ചെയ്യണം, അച്ചിങ്ങ വെളുത്തണം, അയില റോസ്റ്റ് ചെയ്യണം. പിന്നെ കുറച്ച് ഫിഷ് ഉണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, 2 ദിവസമായി ഇരിക്കണം. അത് ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഫ്രൈ ചെയ്യണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഐറ ബേബിനെ ഉറങ്ങിക്കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അല്ലേ? അപ്പൊ പെട്ടെന്ന് പോയിട്ട് ഐറ ബേബിനെ ഉറക്കട്ടെ, എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ. അങ്ങനെ ഫുഡൊക്കെ എല്ലാം റെഡിയാക്കി റോസ്റ്റ് ചെയ്യാനുള്ള പറഞ്ഞപ്പോ വറ്റിക്കാനാണ്. ഞാൻ ഇപ്പൊ ചട്ടിയിലല്ല പാനിലാണ് ഉണ്ടാക്കിയ. അപ്പൊ ഉള്ളിൽ മസാല ഒടിക്കാൻ വേണ്ടിട്ട് ഞാനിങ്ങനെ വരട്ട് കൊടുത്ത്. പിന്നെ അച്ചിങ്ങ നോക്കിയപ്പോ ഒരു ഇച്ചിരി, ബാക്കിയെല്ലാം ചീനിരിക്കുന്ന. അപ്പൊ ചീനതൊക്കെ കളഞ്ഞിട്ട് ഒരു ഇച്ചിരി എടുത്തുണ്ടാക്കി. നമ്മൾ രണ്ടുപേരും മാത്രം എടുക്കുന്നുള്ളൂ. ചോറൊക്കെ ഉണ്ടാക്കി. അപ്പത്തേക്കും പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അപ്പു എണീറ്റ്. അപ്പൊ അപ്പുക്ക് ഫുഡ് കൊടുക്കട്ടെ കേട്ടാ. അപ്പു അപ്പൊ ഉറക്കത്തിൽ നിന്നൊക്കെ എണീച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. വൈകിട്ട് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായില്ലല്ലോ. നല്ല വിശപ്പുണ്ട്, എനിക്കുണ്ട് വിശപ്പ്. റാപ്പി പൊട്ടിക്കിടന്ന് ഇടക്കിടക്ക് കരയണുണ്ട്. റാപ്പിനൊന്നും കൂളായി കണ്ടോണം എനിക്ക് ഫുഡ് കഴിക്കാൻ. റോസ്റ്റ് ഉണ്ടാക്കിയ നല്ലോണം വറ്റിച്ചിട്ട് ചട്ടിയിലെല്ലാം ഉണ്ടാക്കിയ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടില്ല. മീൻ അതും ഫസ്റ്റ് തന്നെ മീനിനെ ടേസ്റ്റ് ചെയ്യണം, എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ കഴിച്ചിട്ടില്ല. മീൻ ടേസ്റ്റ് ഉണ്ടാ? സീസൺ അല്ലല്ലോ. പയറാണെങ്കിലാ പയറിന്ന്, അച്ചിങ്ങയാണെങ്കിലാ കുറച്ച് ദിവസമായി മേടിച്ച് വെച്ചിട്ട്. അപ്പൊ എടുത്തു നോക്കിയപ്പോ മുക്കാലും ചീനിരിക്കാണ്. അപ്പൊ നല്ലതൊക്കെ മാത്രം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമ്മ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ കുറച്ചെടുത്ത് എടുത്തി. ഞാൻ വിചാരിച്ച അച്ചിങ്ങ ഫസ്റ്റ് ഉണ്ടാക്കണോർന്ന്. നമ്മ ഫസ്റ്റ് ഒന്നും ഉണ്ടാക്കി ഫസ്റ്റ് ചീര ഉണ്ടാക്കിയാ പിറ്റേ ദിവസം ഞാൻ അച്ചിങ്ങ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ ഓരോരോ മുടക്കാറുണ്ട് ഗൈസ്.
ഫ്രിഡ്ജിൽ വെക്കാം. പുറത്ത് വെച്ചാൽ പെട്ടെന്ന് ചീനാവും. അപ്പൊ അപ്പു പെട്ടെന്ന് ഫുഡ് കഴിക്കട്ടെ. ഞാൻ ഐറാപ്പിനൊന്ന് പോയി നോക്കട്ടെ, എന്നിട്ടാണ് എനിക്ക് ഫുഡ് കഴിക്കാൻ. അപ്പൊ ഐറ ബേബി ഉറങ്ങി. അപ്പൊ ഞാൻ അപ്പുവിന്റെ ഒപ്പം ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. എന്തെങ്കിലും പറയാനുണ്ടോ? മീൻ കൊള്ളാം, ടേസ്റ്റിന്റെ മീൻ മേടിക്കാൻ മാർക്കറ്റിൽ നിന്ന് പയ്യനോട് വയ്ക്കലേ വീഡിയോസ് ആക്കോളാം. പക്ഷെ നിനക്ക് മാത്രം കണ്ട കമന്റ് അതെ കേട്ടോ. അതെ നോക്കണ്ട അത് നോക്കണ്ട. അങ്ങനെയാണെന്ന് പറഞ്ഞു. അത് അങ്ങോട്ട് പറഞ്ഞൂടെ. ഞാൻ കമന്റ് പുറകെ പോകാൻ പറ്റില്ലെങ്കിൽ അതിന് നേരം ഉണ്ടാവുള്ളൂ. ഞാനത് വേണ്ടിയാവില്ല. എനിക്ക് പ്രശ്നമില്ല. എനിക്ക് ഫേസിൽ എന്താ ഇട്ടേക്കണമെന്ന് വെച്ചാ അപ്പൂക്ക് നല്ലൊരു ഫേസ് പാക്ക് വാങ്ങിച്ചില്ല. ഫേസ് പാക്ക് ഓയിലാണ് സംഭവം. കാണുമ്പോ ലിപ് ബാം പോലെ അവരവരുടെ ക്രീമാന്ന് പറഞ്ഞു. ഞാനപ്പൊ ട്രൈ ചെയ്ത് നോക്കിയാണ്. ഈ കളർ ഉണ്ടായാണ് പിന്നെ വെയിലത്തേക്ക് ഓടി 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 റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയണോ? എന്റെ കളറൊക്കെ പോയി. കൊള്ളാട്ടാ. കഴിച്ചിട്ട് ഒരു പറഞ്ഞ പട്ടമായിരുന്നു ഞാൻ ഒരു കാലത്ത്. അല്ല കാരണം എല്ലാം സ്വന്തമായിട്ട് കളഞ്ഞു. കല്ലുവല്ലി ഇനിയിപ്പോ വേറെ ഒന്നുമില്ല. കുറച്ച് നമ്മൾ കിടന്നുറങ്ങും. ഇപ്പൊ വന്നിട്ടില്ല. ഇപ്പൊ റിസൾട്ടില്ല. വണ്ടിയായിട്ടൊന്ന് പോയതാണ് വൈകിട്ട്. വിളിച്ചിട്ട് കളാം. എനിക്ക് പുതിയത് ചെക്ക് സെറ്റായിട്ട് ചിക്കനായിട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എന്നാ നിന്റെ ആങ്ങൾക്ക് ചിക്ക് സെറ്റ് ആവില്ല. ഗൈസ് അവളൊക്കെ പറയണത് എന്താ പറയോ? ആരാ പറഞ്ഞ സിഗ്മേന്ന്? അനുവിന് പിന്നെ വലിയ റേമൊന്നുമില്ല. 4 റേമോ 5 റേമോകളാണ് അനുവിന്. അങ്ങനത്തെ ആളായിട്ട് ഗെയിമിൽ അഡിക്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ മാറി. 5 റേമോ 6 റേമോ ഒക്കെയാണ്. അപ്പൊ ഗൈസ് പ്രായത്തിന് പിള്ളേരുടെ സ്കൂളില് പൊട്ടത്തരം റേമോ ഒക്കെയല്ല. സീരിയസ് മറ്റേതൊന്നുമല്ല. നിലമ്പുറിക്കണ റേമോ അങ്ങോട്ടൊന്നുമല്ല. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.